എന്നോട് ദൈവം എന്നാ പറഞ്ഞതറിയോ? നിങ്ങൾ എക്സൈസിലും ഈ പുള്ളിക്കാരി പോലീസിലും വന്നാ കേട്ടോ. എക്സൈസുകാരനെയും പോലീസുകാരനെയും ദൈവം ഇപ്പൊ തൊടാൻ പോവാ. നിങ്ങളുടെ വീടിന്റെ അവസ്ഥയൊക്കെ ഇപ്പൊ അങ്ങ് മാറാൻ പോവാ. എല്ലാവരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ചേ. കർത്താവ് എന്നോട് പറഞ്ഞ ഈ കുടുംബത്തിന്റെ അവസ്ഥകളെ കണ്ടു എന്നെ നോക്ക്. നിങ്ങളുടെ കല്യാണം ഇന്റർകാസ്റ്റ് കല്യാണമായിരുന്നു. രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ടവരാ. സത്യമല്ലയോ? ആണോ? പിള്ളേരെന്ത് ചെയ്യും നമ്മുടെ? ഇവൻ എങ്ങനെയുണ്ട്? ഇവൻ ഉഴപ്പിന്റെ കൂടാ. മനസ്സിലായോ? ദൈവം ഇവന്റെ ഉഴപ്പ് മാറ്റും. ഇങ്ങോട്ട് കയറി നിൽക്കടാ നീ. ഇവൻ ആര് പറഞ്ഞാലും കേൾക്കുകയല്ല. ദൈവത്തിന്റെ ആത്മാവ് ഇപ്പൊ ഇവനെ തൊടാൻ പോവാ. ഇവനൊരു അടിമുടി മാറ്റം ദൈവം കൊടുക്കാൻ പോവാ. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ കുടുംബത്തിന്റെ സ്ഥിതിഗതികളെ ഇന്ന് രാവിലെ ദൈവം മാറ്റാൻ പോകുകയാ. അവരുടെ അവസ്ഥകൾക്ക് ഈ രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യത്യാസം തരാൻ തുടങ്ങുക. സിസ്റ്ററെ, എന്നോട് നീ ഇപ്പൊ ഏത് പോലീസ് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്? കാഞ്ഞിരപ്പള്ളി. എന്നോട് ദൈവം എന്നാ പറയുന്നറിയോ? നിനക്ക് നിന്റെ സർവീസിൽ ദൈവം ഉയർച്ച വരും. നിനക്ക് വിശ്വാസം ഉണ്ടോ? അതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാവും. എക്സൈസുകാരൻ കുടിക്കുന്നുണ്ടോ? വല്ലപ്പോഴും കുടിക്കല്ല. ഇന്ന് കുടി നിർത്തണം. ഇവരതിനാ പ്രാർത്ഥിക്കുന്നത്, ഇല്ലയോ? അതിന് ഒത്തിരി പ്രാർത്ഥിച്ചാ പിന്നെ എക്സൈസുകാരന് ഭയങ്കര ദേഷ്യവുമാ. നിർത്തുവോ? പറ. ഇത് രണ്ടും നിങ്ങൾ മുടിഞ്ഞു പോകുന്നേ കാണാൻ കാത്തിരിക്കുന്ന ആളുകളുടെ നടുവിലാ താമസിക്കുന്നത്. ഇവരുടെ കണ്ണുനീര് കൊണ്ടാ നിങ്ങൾ നശിച്ചു പോകാത്ത എന്നാ പരിശുദ്ധാത്മാവാൻ ദൈവനോട് പറയുന്നത്. ഇവർ ഈ കുഞ്ഞിന് വേണ്ടി ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവിന്റെ. ഇവൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1. 10ാം ക്ലാസ്സിൽ എത്ര മാർക്കുണ്ടായിരുന്നു? ഈ +2 ആയിട്ട് എന്തിനു പോകാനാ തീരുമാനിച്ചില്ല? എന്തൊരു വിടും? ഒരു ലക്ഷ്യബോധവും പറഞ്ഞാൽ കേൾക്കുകയില്ല. ഇല്ല. അച്ഛനെ പേടിയില്ലേ? നമ്മൾ പറഞ്ഞാൽ കേൾക്കുകയില്ല. കൂട്ടുകാരല്ല. സത്യ. എന്നോട് ദൈവം നമ്മളെ ഗ്രേഡ് എന്തായി? ASI. എന്നോട് ദൈവം പറയുക, അടുത്ത നിലയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. അടുത്ത പ്രമോഷൻ നമുക്ക് കിട്ടും. നിങ്ങൾ അവിടെ വീട് വെച്ചായിരുന്നു എത്ര നാൾ മുമ്പാ? ആ വീട് ദൈവം തന്ന സത്യമല്ലയോ? വീട് വെക്കുമെന്നൊന്നും പ്രതീക്ഷിച്ച് നാട്ടുകാരും വിചാരിച്ചു ഞങ്ങൾ വീട് വെക്കുമെന്ന്. ദൈവം തന്ന വീടാ. എന്നോട് ദൈവം പറഞ്ഞ ആ വീട് വെച്ചപ്പോ തൊട്ട് തുടങ്ങിയ പോരാട്ടമാ. ഇന്ന് രാവിലെ ഇവിടെ വെച്ച പ്രതിസന്ധി ഇറങ്ങിപ്പോവും. ഈ കൊച്ചു മിടുമിടുക്കനായിട്ട് വരും. ഇവൻ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കും. അതുപോലൊരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നുണ്ടാകും. നമുക്കൊരു ഉയർച്ച ഉണ്ടാവും. ഇവൻ രക്ഷപ്പെടും. പേര് പറയടാ. അതുലേ. കൂട്ടുകാരെക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ടത് അമ്മയപ്പനെയാണ്. നിനക്ക് അമ്മയോട് ഒരു ബഹുമാനവും ഇല്ല. അപ്പനെ പിന്നെ നിനക്ക് പേടിയാ. പുള്ളി പിടി നല്ല കിഴുക്ക് തരും. കൊടുക്കത്തില്ലയോ? ഇടയ്ക്കൊക്കെ കൊടുത്തേക്കണം കേട്ടോ. നീ കൂട്ടുകാരെക്കാൾ പിന്നെ വണ്ടിയോട് ക്രൈസ് ഉണ്ടോ? വണ്ടിയോട് ക്രൈസാ നിനക്ക്. ഇത് രണ്ടും ഇന്ന് രാവിലെ മാറും. ഇവൻ മിടുക്കനായിട്ട് വരും കേട്ടോ. ഇവൻ എന്താകുമെന്നൊക്കെ എനിക്കറിയാം. ആ നിലകളിൽ ദൈവപ്രവൃത്തി ഉണ്ട്. നിങ്ങളുടെ വീടിന് ഒരു ഉയർച്ച ദൈവം തരും. നിങ്ങളുടെ വീട്ടിൽ ഇന്നു മുതൽ ഒരു സമാധാനം ദൈവം തരാൻ പോവാ.